ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിൻ്റെ നാളെ നടക്കാൻ പോകുന്നൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ പൂർണിമേനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. പൂർണിമ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും പൂർണിമ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ലക്ഷ്മി, മര്യാദക്ക് നീ ഇവിടുന്ന് പോയിക്കോ. എൻ്റെ മക്കള് നിന്നെ കാണണ്ട. നീ പറഞ്ഞതിനൊക്കെ തിരിച്ച് മറുപടി പറയാൻ അറിയാനിട്ടല്ല, പക്ഷേ എനിക്കതിനെ സാധിക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാനും നീയും തമ്മിൽ എന്ത് വ്യത്യാസം വരാൻ പോണത്? നീ പറഞ്ഞതെന്നെ എനിക്ക് മറന്നിട്ടില്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ക്ഷമിക്കണം, പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, സത്യങ്ങളൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോഴേക്കും കൊന്ന് ശവമായിട്ട് കിടക്കുന്ന ആളത്ത് പോയി മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നീ എന്നെ കൊന്നു കളഞ്ഞു ലക്ഷ്മി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് പൂർണിമയുടെ ശവം മാത്രമാണ്. നീ മര്യാദക്ക് പോവാൻ നോക്ക്, എൻ്റെ മക്കള് കാണണ്ട എന്ന് പറഞ്ഞിട്ട് പൂർണിമ ആ പത്രം എടുത്തിട്ട് അവിടുന്ന് പുറകിലേക്ക് പോവാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ്, പൂർണിമ പറഞ്ഞത് വേഗം പോയിക്കോ ഇവിടെന്ന്, മക്കള് കാണണ്ടെന്ന്. എന്തായാലും മക്കളെ കണ്ടിട്ട് തന്നെ പോകാം എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി വേഗം അകത്തേക്ക് കയറാണ്. അവിടെ കിടക്കാൻ ഒരു കിടക്ക പോലില്ലാതെ പായയിലിരിക്കായിരിക്കും ഋതുവും അതുപോലെ തന്നെ അച്ചും കൂടി ചേർന്നിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടേക്ക് ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നതുപോലും അവര് ശ്രദ്ധിച്ചേ ഇല്ല കേട്ടോ. ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് ഋതുവും അച്ചുവും നോക്കണത്. അവർ രണ്ടുപേരും പതുക്കെ എഴുന്നേക്കാണ്. ലക്ഷ്മിനെ കണ്ടിട്ട് വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. എന്താ മക്കളെ, നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാത്തത്? അല്ല, നിങ്ങളോട് എന്ത് മിണ്ടാനാണ്? അല്ല, എൻ്റെ അച്ഛൻ പോലും വേറെയാണെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾക്ക് മിണ്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? നിങ്ങളുടെ വീട് അതല്ലേ പൊന്നുമടം, നിങ്ങൾ വാശി പിടിച്ച് മേടിച്ചതല്ലേ ആ വീട്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് സേതുവേട്ടൻ്റെ വീട്ടിലേക്ക് നിങ്ങളും വരണ്ട, നിങ്ങൾ പോയിക്കോ. ദേ സേതുവേട്ടൻ ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന നിങ്ങളെ കണ്ടാലുണ്ടല്ലോ, ദേ പ്രസവിച്ച അമ്മയെന്ന് വിചാരിക്കൊന്നുമില്ല. സേതുവേട്ടൻ നല്ല വഴക്കറിയും. സേതുവേട്ടൻ്റെ മനസ്സിലെ ഞങ്ങളുടെ അമ്മയാണ് സ്വന്തം അമ്മ. നിങ്ങൾ പോവാൻ നോക്കിയേ എന്ന് പറയാണ്. ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞിട്ട്, മക്കളെ, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സേതുവിനെയാണെന്ന് അറിയാം, പക്ഷെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ ദേഷ്യത്തിൽ എൻ്റെ മോളുടെ ജീവിതം തകർത്തത് സേതുവാണ്. അതുപോലെ തന്നെ എൻ്റെ മാധവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ വേണുവേട്ടനോട് പറഞ്ഞു കൊടുത്തതും സേതുവാണെന്നൊക്കെ ആ രീതിയിലല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇന്ദ്രൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. അച്ചു പറയണ്ട്, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകനെ വിശ്വസിക്കാത്തൊരമ്മ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അതും സേതുവേട്ടനെ പോലത്തെ നല്ലൊരു മകനെ വിശ്വസിക്കാത്ത അമ്മ. നിങ്ങളൊക്കെ എന്ത് പറയാണ്? നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. ദേ സേതുവേട്ടൻ ഇപ്പൊ വരും കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട്, ഞാൻ പോകാൻ തന്നെയാ പോണത്. ഇനി സേതുവിനെ കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മോളെ കാണാൻ വേണ്ടിട്ടാ ഇവിടെ വന്നത്. എന്നെ കാണാനോ? എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നത്? അല്ല, മോളുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു വലിച്ച് ഒരു താക്കോല് വാങ്ങിച്ചിരുന്നല്ലോ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ, അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എനിക്കൊന്നും വേണ്ട, അത് നിങ്ങളെ കൊണ്ട് പുഴുങ്ങി തിന്നോ എന്ന് ഋതു പറയുമ്പോഴേക്കും, മോളെ, ഇത് നീ പിടിക്ക്, ഇത് നിനക്ക് അവകാശപ്പെട്ടാണ്. പൂർണിമ ടെക്സ്റ്റൈൽസ് ഇന്നൊരു പേരും അതിനൊരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്റെ കഷ്ടപ്പാടാണ്, അത് ഞാൻ കാണാതിരിക്കൊന്നുമില്ല. പിന്നെ അന്നൊരു വാശിക്കത് വാങ്ങിച്ചെന്നുള്ളൂ, അല്ലെങ്കിലും ഇത് തന്നെ ഞാൻ നിനക്ക് തരാൻ തന്നെ വിചാരിച്ചു തന്നെയാണ് നിന്നത്. പിന്നെ ഇതിപ്പോ ഈ ഒരു അവസ്ഥയിലായി പോയെന്നേ ഉള്ളൂ. മോൾ ഇത് വാങ്ങണം, എനിക്കൊന്നും വേണ്ട എന്ന് ഋതു പറയുമ്പോൾ ഋതുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ലക്ഷ്മി. എന്നിട്ട് പറയുന്നുണ്ട്, മോള് നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം മാധവേട്ടൻ മോൾക്ക് വേണ്ടി ഇട്ട് തന്ന സ്ഥാപനമാണത്, അത് നീ നന്നായിട്ട് കൊണ്ടുപോകണം. അച്ചു വിശേഷം ഉണ്ടെന്നൊക്കെ അറിഞ്ഞാട്ടോ, അതിന് നിങ്ങൾക്ക് എന്താ എന്ന് അച്ചു ചോദിക്കുമ്പോൾ, അല്ല പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ഹരി വരുന്നുണ്ട്. ഹരി എന്ന് പറയുമ്പോഴേക്കും, അമ്മ ഇവിടുന്ന് പോവാൻ നോക്ക്. അമ്മയുടെ അടുത്ത് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, പക്ഷേ സേതുവേട്ടനെ വെറുക്കുന്ന നിങ്ങളെ എനിക്കും ഇഷ്ടമല്ല. നിങ്ങളിവിടുന്ന് പോയിക്കോ എന്ന് പറയാണ്. ശരി, എല്ലാവർക്കും ഞാനിവിടെ നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാം. പിന്നെ പൊന്നുമടത്തിന്ന് ഞാനും ഇന്ന് പടിയിറങ്ങാണ്. നിങ്ങൾക്ക് ആ വീട് തുറക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാട്ടോ. പൂർണ്ണിമ നോക്കുമ്പോഴേക്കും ലക്ഷ്മി ഇത് ഇവിടെ അകത്തേക്ക് കയറിപ്പോയി എന്ന രീതിയിൽ ലക്ഷ്മിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ലക്ഷ്മി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അതേസമയം മയൂരി ആണെങ്കിൽ വേണുവിനോട് പറയണ്ട്, അച്ഛന്റെ വാശി തന്നെ നടക്കട്ടെ, അച്ഛൻ അമ്മേനെ വിളിച്ചുകൊണ്ട് വരുന്ന ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ, മോളെ, അവൾക്കായിട്ട് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛ നോക്ക്, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏത് അവസ്ഥയിലാണെന്ന് അച്ഛനറിയാലോ. അച്ഛൻ ഇറക്കി വിട്ടതല്ലേ, അപ്പൊ അച്ഛന്റെ മര്യാദയല്ലേ തിരിച്ചു വിളിക്കാന്നുള്ളത്. അതല്ല മോളെ, അതെന്തിനാ ഇറക്കി വിട്ടെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ. എന്തോ ആയിക്കോട്ടെ, എൻ്റെ അമ്മ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചാണ്, അച്ഛനറിയാലോ. ഇനിയും അമ്മ അതിന് മടിക്കില്ല. അതുകൊണ്ട് എങ്ങാനും എൻ്റെ അമ്മേനെ എങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നെയും കാണില്ല. മോളെ, നീ എന്നെ ഇങ്ങനെ കുഴപ്പിക്കല്ലേ എന്ന് പറയാട്ടോ. മയൂരി പറഞ്ഞിട്ട്, അച്ഛൻ മര്യാദക്ക് പോയി അമ്മേനെ വിളിച്ചിട്ട് വാ, എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അച്ഛനോട് മിണ്ടില്ല എന്ന് പറയാണ്. ശരി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് ഇറങ്ങാണ്. നേരെ പോണത് പൊന്നുമടത്തിലേക്കാട്ടോ. അവിടെ പോയിട്ട് നോക്കുമ്പോഴേക്കും ഗേറ്റ് ഒക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലേ എന്ന രീതിയിൽ വേഗം തന്നെ നമ്മുടെ വേണു മൊബൈൽ എടുത്തിട്ട് ലക്ഷ്മിനെ വിളിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇവിടെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയി? ഇനി സേതുവിന്റെ വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് വേണു അപ്പൊ തന്നെ സേതുവിനെ വിളിക്കുകയാണ്. ഹലോ സേതു ഇപ്പൊ എവിടെയാ? ഞാൻ പല്ലവിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് വന്നതാണ്. എന്താ വേണു സർ?
അല്ല, ഞാൻ ലക്ഷ്മിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ പൊന്നുമടത്തിലേക്ക് വന്നിരുന്നു. ഇവിടെ ലക്ഷ്മി ഇല്ലല്ലോ. അതെയോ, എനിക്കറിയില്ല അവരുടെ കാര്യമൊന്നും എന്നിങ്ങനെ പറയാട്ടോ. അതിനുശേഷം ലക്ഷ്മി ആണെങ്കിൽ അപ്പൊ സേതുവിന്റെ വീട്ടിൽ നിന്ന് പോയിട്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഗേറ്റിന് അവിടെ നിൽക്കാണ് നമ്മുടെ സേതു വരുമ്പോൾ സംസാരിക്കാനായിട്ട്. അങ്ങനെ സേതു പണ്ട് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ വിളിക്കാം, പിന്നെ അവരുടെ കാര്യം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ സേതുവും പല്ലവിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ വാതിക്കെ നിൽക്കാട്ടോ സേതുവിനെയും കാത്തോണ്ട്. സേതു ലക്ഷ്മിനെ കാണുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കണത്? നിങ്ങൾക്ക് നാണൂല്ലേ ഇവിടെ വന്ന് നിൽക്കാണ്ട്? ഇവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. പണവും അതുപോലെ തന്നെ സ്വത്തുക്കളും ഒന്നും കുമിഞ്ഞു കൂടി കിടക്കുന്ന വീടൊന്നും അല്ല അത്. അങ്ങനത്തെ വീട് ഒരെണ്ണം ഉണ്ട്, പൊന്നുമടം. അത് നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കാണല്ലോ. ഈ വീട്ടിലെ കരണ്ടും വെള്ളവും പോലും നേരക്ക് വരത്തില്ല. നിങ്ങളോടൊന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ്. മോനെ, അത് മോനെന്നോ? നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കേണ്ട. പ്രസവിച്ചത് കൊണ്ട് നിങ്ങൾ എൻ്റെ അമ്മയാവണമെന്നൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ പൂർണിമാമയാണ്. പൂർണിമാമയ്ക്ക് 3 മക്കളല്ല 4 മക്കളുടെ മുമ്പേ പറയുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ അവരുടെ വില അറിഞ്ഞില്ല. അന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടി പൂർണിമാമ വരുമ്പോഴെല്ലാം തന്നെ ഞാൻ പൂർണിമാമനെ ആട്ടി ഓടിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും എന്നെ സ്നേഹം കൊണ്ട് വാരി പുണർന്നിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു അമ്മനെ മതി. അങ്ങനത്തെ ഒരു അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറയാൻ തന്നെ എനിക്ക് എന്തൊരു അഭിമാനമാണെന്ന് അറിയാവോ? നിങ്ങളാണെന്ന് എൻ്റെ അമ്മ എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്, വെറുപ്പാണ്, അറുപ്പാണ്. നിങ്ങളൊന്ന് പോയി തരാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പല്ലവി പറഞ്ഞിട്ട്, സേതുവേട്ട എന്തൊക്കെയാ പറഞ്ഞത്? നോക്ക്, ഇത് സേതുവേട്ടന്റെ അമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഒന്ന് പൊയ്ക്കേ. പല്ലവി, ഈ നാട്ടിൽ നിനക്കറിയാലോ എത്രയോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചുടനെ ചില അമ്മമാരെയൊക്കെ കൊന്നു കളയണില്ലേ? അതുപോലത്തെ ഒരു സ്ത്രീയായത്. അവരും ഇവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അമ്മ എന്നൊരു പേരും ഇവരെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പാടില്ല, നാണം കെട്ടവര് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് സേതു അകത്തേക്ക് പോവാണ്. പൂർണിമ പറഞ്ഞിട്ട്, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. നോക്ക്, ലക്ഷ്മിക്ക് ഒരുപാട് ഇവിടെ നിന്ന് ഞാനും ഋതുവും അച്ചും ഒക്കെ പറഞ്ഞതാണ്. ഇനി മോനും കൂടി ഒന്നും പറയല്ലേ. അമ്മ എങ്ങനെയമ്മ പറയാതിരിക്കുക? ഇവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാണ്. എനിക്ക് ഇവരെ കാണണ്ട. നോക്ക്, അമ്മക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് എന്ന് പറയാണ്. മോനെ, അതെ, എനിക്ക് ഇവരെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സേതു അകത്ത് കയറി പോവാണ്. ലക്ഷ്മി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാട്ടോ. അതിനുശേഷം സേതുവിനെ വീണ്ടും വേണു വിളിക്കുന്നുണ്ട്. മോനെ, എന്തായി? ലക്ഷ്മിയുടെ കാര്യത്തിൽ അറിഞ്ഞോ? ആ സ്ത്രീ ഇവിടേക്ക് വന്നിരുന്നു, ഞാൻ ആട്ടി പുറത്താക്കി. അവൾ എവിടേക്കാ പോയത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ ആ നാട് മൊത്തം തന്നെ വേണു ആ ദിവസം ഫുള്ളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അവിടെ എങ്ങാനും ലക്ഷ്മി ഉണ്ടോന്ന്. പക്ഷെ ലക്ഷ്മിനെ എവിടെയും തന്നെ കാണുന്നില്ല. അപ്പൊ മയൂരി പറയണ്ട, അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് ഇപ്പോൾ സേതുവിനെ നിന്നെയും എല്ലാവരെയും ഭയങ്കര കാര്യമാണല്ലോ. ആ സ്ഥിതിക്ക് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പ്രൊമോയില് അത്രയും തന്നെ കാണിച്ചുള്ളൂ. പിന്നെ സേതുവിന്റെയും പല്ലവിയുടെയും കുറച്ച് പ്രണയ നിമിഷങ്ങളും കാണിച്ചായിരുന്നു. വേറെ ഇന്ദ്രന്റെ ഭാഗങ്ങളൊന്നും തന്നെ പ്രൊമോയില് കാണിച്ചില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.